2014 തുടങ്ങിയ ചാനൽ കൃത്യം 10ാം വർഷത്തിലെത്തുമ്പോൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഇലക്ടറൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും എന്നിങ്ങനെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നുകാട്ടി. ഇന്ന് ഭരണകൂടത്തിന്റെ ശക്തനായ രാഷ്ട്രീയ എതിരാളിയായി മാറിയിരിക്കുന്നു ധ്രുവ് റാട്ടി എന്ന 29കാരൻ. ധ്രുവിന്റെ ഓരോ വീഡിയോയും ജനങ്ങളിലേക്ക് വളരെ ആഴത്തിലാണ് എത്താറുള്ളത്. മോദി ഭരണകൂടത്തിന് നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എറിയുന്ന ധ്രുവിന്റെ പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ്. സംഘപരിവാറിന്റെ ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷ് അജണ്ട പൊളിച്ചുകൊണ്ടാണ് റിയാലിറ്റി ഓഫ് മേര അബ്ദുൾ എന്ന ക്യാപ്ഷനോടെ ധ്രുവ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2023 ഏപ്രിലിൽ രാംനവമിയുടെ സമയം ആഗ്രയിൽ ഗോഹത്യയുടെ പേരിൽ കുറച്ചുപേർ പിടിയിലാകുന്നു. പിന്നാലെ ആഗ്രയിൽ വർഗീയ സംഘർഷം ഉടലെടുക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല. 2022 ഓഗസ്റ്റിലും ഉണ്ടായിരുന്നു സമാനമായ സംഭവം. ഉത്തർപ്രദേശിലെ കനൌജ് ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് മുന്നിൽ ആരോ മാംസം വലിച്ചെറിഞ്ഞതും വർഗീയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടു. മെയ് 2020 കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിന് മുന്നിലും മാംസം വലിച്ചെറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2024 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിലും ഗോഹത്യയുടെ പേരിൽ കുറച്ചുപേർ പിടിയിലാകുന്നു. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം. ആരാണ് ഹിന്ദു വികാരം വ്രണപ്പെടുത്താൻ സജീവമായി ശ്രമിക്കുന്നത്? ആർക്കു നേരെയാണ് ഹിന്ദുക്കളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നത്? പക്ഷെ കിട്ടുന്ന ഉത്തരം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല. യുപിയിലെ ഗോഹത്യ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളായിരുന്നു. വർഗീയ സംഘർഷം ഉണ്ടാക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. യുപിയിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ മാംസമെറിഞ്ഞ കേസിൽ പിടിയിലായ പ്രതിയുടെ പേര് ചഞ്ചൽ ത്രിപാഠി. കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ മാംസം വലിച്ചെറിഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരിറാം പ്രകാശ് എന്നയാളാണ്. പോലീസിന്റെ കണ്ണിൽ ഇയാൾ മാനസിക രോഗിയായി മാറി. മൊറാദാബാദിലെ ഗോഹത്യയുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിലൊരാൾ ബജ്രംഗ് ദൾ നേതാവും. മുസ്ലിമായ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ 4 പേരും ചേർന്ന് ഗോഹത്യ നടത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. പശുവിനെ കൊല്ലാനായി ഇവർ സഹായം തേടിയതും മുസ്ലിമായ ഒരാളിൽ നിന്ന് തന്നെയാണ്. ഗോമാതാവിനെ മുൻനിർത്തി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമങ്ങൾ വഴിയും വാട്സപ്പ് വഴിയും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ധ്രുവ് പറയുന്നു. എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. സ്വേച്ഛാധിപതികളുടെ കയ്യിലെ പാവകളാക്കി ഇവരെ മാറ്റാനാണ് ശ്രമമെന്നും ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയാണ് അവർ ഇതിനായി ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാനായി 4 വിഭാഗങ്ങളിലായാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ വിഭാഗം നിങ്ങളുടെ ഉള്ളിൽ മതപരമായ അഹന്തയും അനാവശ്യമായ അഹംഭാവവും കുത്തിവെക്കാനാണ് പ്രവർത്തിക്കുന്നത്. ജീവിതത്തിൽ ഗതി പിടിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കൂടി ഈ മതത്തിൽ അല്ലെങ്കിൽ ജാതിയിൽ ജനിച്ച് ജീവിച്ച ഒറ്റ കാരണത്താൽ നിങ്ങൾ മഹാനാണെന്ന് അവർ വിശ്വസിപ്പിക്കും. ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളെയാണ് പ്രധാനമായും ഈ വിഭാഗം ലക്ഷ്യം വെക്കുന്നത്. ഇരവാദം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നവരാണ് മാഫിയയിലെ 2ാം വിഭാഗക്കാർ. നൂറ്റാണ്ടുകളായി നിങ്ങൾ പീഡനം സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ രംഗത്തെത്തും. 3ാമത്തെ വിഭാഗം രക്ഷകരാണ്. നിങ്ങൾ വലിയൊരു അപകടത്തിലാണെന്നാണ് ഇവരുടെ പക്ഷം. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ഭീഷണി നേരിടുന്നതായും ഇവർ വിശ്വസിപ്പിക്കും. ഏത് നിമിഷവും ഒരു പ്രത്യേക വിഭാഗക്കാർ നിങ്ങളെ ആക്രമിക്കുമെന്നും ഇക്കൂട്ടർ പറയുന്നു. നരേന്ദ്രമോദിയെ പുണ്യാളനാക്കുന്നവരാണ് 4ാമത്തെ മാഫിയ വിഭാഗം. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് മോദിക്ക് മാത്രമേ സാധിക്കൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം വോട്ട് ചെയ്യൂ എന്ന് അവർ പ്രസംഗിക്കും. ഇതിൽ 3ഉം 4ഉം വിഭാഗക്കാരാണ് ആളുകളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത്. 2022 ഡൽഹിയിലെ ശ്രദ്ധ വാൾക്കർ കേസ് ആരും മറക്കാനിടയില്ല. സുഹൃത്തായ അഫ്താബ് പൂനെവാല അതിക്രൂരമായി കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു. എന്നാൽ ഈ ഒരു ഒറ്റ കേസ് രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയും വെറുപ്പ് പടർത്താനാണ് ഗോദി മീഡിയ ഉപയോഗിച്ചത്. ഈ കേസിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വെറുപ്പിനും കണക്കുണ്ടായിരുന്നില്ല. ശ്രദ്ധ കേസ് വെറുപ്പ് പടർത്താൻ ഉപയോഗിച്ചതിന്റെ പേരിൽ 1 ലക്ഷത്തോളം രൂപ പിഴയൊടുക്കേണ്ടി വന്ന മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. എന്റെ അബ്ദുൾ ഇങ്ങനെയല്ല എന്ന പേരിൽ സുദർശൻ TV ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. തുടർന്ന് പല ചാനലുകളിലും ഈ തലക്കെട്ട് ഉപയോഗിക്കപ്പെട്ടു. വാട്സപ്പ് മാഫിയയും അബ്ദുൾ എന്ന നാമം ഉപയോഗിച്ച് വെറുപ്പ് പടർത്തിക്കൊണ്ടിരുന്നു. ഈ പോസ്റ്റുകളും മാധ്യമങ്ങളുമെല്ലാം ഒരു കാര്യമാണ് ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചത്: ഏതൊരു മുസ്ലിമിലും ഒരു കൊലപാതകി ഉണ്ട് എന്ന്. അവിടെ അബ്ദുൾ എന്ന പ്രയോഗം എല്ലാ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഫയാസ് എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ നേഹ എന്ന ഹിന്ദു യുവതിയെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. വീണ്ടും വാട്സപ്പ് മാഫിയ ഉണരുകയും എല്ലാ മുസ്ലിങ്ങളുടെ പേരിലും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങൾ സുരക്ഷിതരല്ല എന്ന് അവരുടെ മനസ്സിൽ കുത്തിവെക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വോട്ട് മോദിക്ക് നൽകണം. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹിന്ദു മതത്തിൽപ്പെട്ടവർ കൊലപാതകികളായ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ സംഘപരിവാർ മാഫിയ ഒരിക്കലും ഇവ പ്രചരിപ്പിക്കില്ല, സംസാരിക്കില്ല. എല്ലാ ഹിന്ദുക്കളുടെയും ഉള്ളിൽ ഒരു കൊലപാതകി ഉണ്ടെന്ന പ്രചാരണം ഇവിടെ ഉണ്ടാകുന്നില്ല. 600 മില്യൺ ഹിന്ദുക്കൾ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. 10-30 കേസുകളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമൂഹത്തെ സാമാന്യവൽക്കരിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യവും. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ രാജ്യത്ത് ജീവിക്കുന്നു. ഇവരെല്ലാം കൊലപാതകികൾ എന്ന മുദ്ര കുത്തുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ വെറുപ്പ് നിറഞ്ഞ മനസ്സാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. NCRB റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ 4,50,000 കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 28,522 കേസുകളിൽ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടതിൽ 8,125 പേരും സ്ത്രീകളാണ്. ഒരു വർഷത്തിൽ 8,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ കൊലയാളി ഹിന്ദുവോ മുസ്ലിമോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരോ ആകാം. പക്ഷേ കൊല ചെയ്തത് ഒരു മുസ്ലിമും കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദുവുമാണെന്ന് കണ്ടാൽ മാത്രമേ പലരുടെയും ശബ്ദം പുറത്തേക്ക് വരികയുള്ളൂ. ധ്രുവിന്റെ വീഡിയോയിലെ ചില പ്രധാന ഭാഗങ്ങൾ മാത്രമാണിത്. കഴിഞ്ഞ ദിവസം ധ്രുവ് രാഠിയുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം തന്നെ 10 മില്യണിലേറെ കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു.